ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഫുൾസ്റ്റാക്ക് സൊല്യൂഷൻസ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ മൊഡ്യൂൾസും ടൂൾസാണ് നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. സോ നിങ്ങളെല്ലാവരും സെറ്റപ്പ് ആക്കിയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആദ്യം നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ വന്നതിന് ശേഷം ഇ കൊമേഴ്സ് ടെംപ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. സോ നമുക്ക് ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതിൽ തീം വാഗൺ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ടെംപ്ലേറ്റ്സ് ആണ്. നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഡിസൈൻ നോക്കിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമുക്കിതിൽ നമ്മുടെ സൈറ്റിൻ്റെ പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കിതിൽ ഹോം പേജും, ഇത് ഹോം പേജാണ്. ഷോപ്പിംഗ് പേജ്, ഇത് സോർട്ട് ചെയ്യാനും ഫിൽറ്ററിങ് സെർച്ചിങ്ങിനുള്ള കാര്യങ്ങളുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഈ ടെംപ്ലേറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ്, ദെൻ VS കോഡിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫയല്, ഓപ്പൺ ഫോൾഡർ, നമുക്കൊരു ഫോൾഡർ പുതിയത് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ നോഡ് വെബ് ആപ്പ് കൊടുക്കുകയാണ്. ക്രിയേറ്റ്, സെലക്ട്. ഇനി നമുക്ക് നമ്മുടെ ഡൗൺലോഡ് ചെയ്ത ടെംപ്ലേറ്റ് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഡൗൺലോഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. നമുക്ക് ഈ ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്യാം ആദ്യം. ഓക്കെ, ദെൻ ഈ ഫോൾഡർ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോൾഡർ വന്നിട്ട് നോഡ് വെബ് ആപ്പ് അതിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റിലെ പബ്ലിക് ഫോൾഡറിൽ വരുന്നതാണ്. നമുക്ക് ഇത് റീനെയിം ചെയ്തിട്ട് പബ്ലിക് എന്നാകാം. പബ്ലിക്. ഓക്കെ, നമുക്കിനി ഈ ഫോൾഡറിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ CSSൻ്റെ ഫയൽസ് ഉണ്ട്, ഫോൺസ്, ഇമേജസ്, ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ, പിന്നെ നമ്മൾ കണ്ട ഹോം പേജിൻ്റെയും ഷോപ്പ് പേജിൻ്റെ എല്ലാം HTML ഫയൽസും കാര്യങ്ങളുണ്ട്. സോ ബേസിക്കലി ഇതിൽ മെയിനായിട്ട് വരുന്ന ഫയൽസ് മാത്രമേ ഉള്ളൂ. അതായത് സൈനപ്പിനും ലോഗിനും എല്ലാം വേണ്ടിയിട്ട്, പിന്നെ അഡ്മിൻ സൈഡുള്ള പേജസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ടെർമിനൽ, ന്യൂ ടെർമിനൽ. സോ ടെർമിനൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പിയറൻസ്, പാനൽ പൊസിഷൻ, റൈറ്റ്. എനിക്ക് റൈറ്റ് സൈഡാണ് കുറച്ച് കൺവീനിയൻറ്റ്. നമുക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം npm init. ഓക്കെ, നമുക്കിതെല്ലാം എൻ്റർ ചെയ്തിട്ട് വിടാം. എൻട്രി പോയിന്റ് നമുക്ക് app.js എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും package.json ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സെർവർ സെറ്റപ്പ് ചെയ്യാനും ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൊഡ്യൂൾസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. npm i. നമ്മൾ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത് എക്സ്പ്രസ് ആണ്, എക്സ്പ്രസ് ഫ്രെയിം വർക്ക്. ദെൻ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോങ്കൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യാം.
ദെൻ സെർവർ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോഡ് മാ. പിന്നെയുള്ളത് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് .env എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പാസ്വേഡും APIs എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് .env ഫയലിലായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് .env എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂളും കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡേറ്റാബേസ് വരുന്നത് MongoDB. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന ഫോൾഡേഴ്സും ഫയൽസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് എൻട്രി പോയിന്റ് app.js, ഇതാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ എൻട്രി പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ബേസിക്കലി MVC ആർക്കിടെക്ചർ ഫോളോ ചെയ്തിട്ടായിരിക്കും ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അതിന് ആപ്റ്റായിട്ടുള്ള ഫോൾഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് മോഡൽസ്, ദെൻ വ്യൂസ്, വ്യൂസിനകത്ത് നമുക്ക് സബ് ഫോൾഡറായിട്ട് കുറച്ച് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം അഡ്മിന് വേണ്ടിയിട്ട്. ദെൻ യൂസർ, പിന്നെ വ്യൂസിൽ വരുന്നത് പാർഷ്യൽസ് എന്ന് പറഞ്ഞിട്ട്. പാർഷ്യൽസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഹെഡറും ഫൂട്ടറെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർഷ്യൽസ് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വ്യൂസായി. ഇനി നമുക്ക് മിഡിൽ വെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ വെയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. മിഡിൽ വെയേഴ്സ്. ഇനി കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡേറ്റാബേസും കാര്യങ്ങളും കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. വേറെ വരുന്നത് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ, അതായത് മൾട്ടറൊക്കെ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പേഴ്സ് യൂസ് ചെയ്യാം. ദെൻ റൂട്ട്സ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ റൂട്ടറും അഡ്മിൻ റൂട്ടറെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇനി വരുന്നത് നമ്മൾ .env മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഇൻസ്റ്റാൾ ചെയ്തത് .env ഫയൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. .env, അതായത് പാസ്വേഡും കാര്യങ്ങളും ഇതിലായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഫയൽ നമ്മൾ ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ ഫയൽ ഇഗ്നോർ ചെയ്തിട്ടായിരിക്കും ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യുന്നത്. സോ ഏതൊക്കെ ഫയൽസ് ഇഗ്നോർ ചെയ്യണമെന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. .git ignore, ഇതിലായിരിക്കും നമ്മൾ ഏതൊക്കെ ഫയലാണ് ഇഗ്നോർ ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്യേണ്ടത്. സോ .env ഫയൽ ഇഗ്നോർ ചെയ്യണം. പിന്നെ വരുന്നത് നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ നമ്മൾ ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നോഡ് മൊഡ്യൂൾസ്. ഓക്കെ, ഇനി നമുക്ക് സെർവർ സെറ്റപ്പ് ചെയ്യാം. app.js ഫയൽ വന്നതിന് ശേഷം ആദ്യം നമുക്ക് എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്യാം. നമുക്കിനി എക്സ്പ്രസ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് ഒരു സെർവർ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ആപ്പ് എക്സ്പ്രസ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് കോൾ ചെയ്തിട്ട് നമ്മളൊരു ആപ്പിൻ്റെ സെർവർ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഈ സെർവർ നമുക്ക് പോർട്ടായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് app.listen, ഇതിനകത്ത് നമുക്ക് പോർട്ട് നമ്പർ കൊടുക്കണം. സോ പോർട്ട് നമ്പർ നമുക്ക് .env ഫയലിൽ ഡിഫൈൻ ചെയ്യാം. പോർട്ട് 3000.
ഇനി നമുക്ക് .env ഇമ്പോർട്ട് ചെയ്യാം. care .env .config എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് കോൾ ചെയ്യാം. ഇനി നമുക്ക് താഴെ വന്ന് പോർട്ട് നമ്പർ ആക്സസ് ചെയ്യാം. പ്രോസസ് .env വേരിയബിളിൻ്റെ നെയിം പോർട്ട്. ഇനി നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. വൺസ് കണക്റ്റഡ് ആയി കഴിയുമ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സെർവർ റണ്ണിങ് കൊടുക്കാം. സെർവർ റണ്ണിങ് നമുക്ക് ഈ ഫോൾഡർ എക്സ്പോർട്ട് ചെയ്യാം. module.exports നമുക്ക് സെർവർ ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതിന് മുന്നേ package.json ഫയലിൽ നമുക്കിവിടെ ഒരു സെർവർ റൺ ചെയ്യാനുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാം. സ്റ്റാർട്ട് നമ്മൾ നോഡ്മൺ യൂസ് ചെയ്തിട്ടാണ് സെർവർ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നോഡ്മൺ ആപ്പ് നമുക്കിവിടെ നോഡ്മൺ ആപ്പ് സെർവർ റണ്ണിങ്. സോ സെർവർ റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് ഡേറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള URL നമുക്ക് സെറ്റപ്പ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് MongoDB URI MongoDB ലോക്കൽ ഹോസ്റ്റ് MongoDBയുടെ ഡീഫോൾട്ടായിട്ട് വരുന്ന പോർട്ട് 27017. ഇത് നമുക്ക് പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കാം. നോഡ് വെബ് ആപ്പ്. ഇനി നമ്മൾ ഡേറ്റാബേസ് കോൺഫിഗർ ചെയ്യുന്നത് കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡറിലായിരിക്കും. അവിടെ നമുക്ക് db.js ഇവിടെ നമുക്ക് ആദ്യം മോങ്കൂസ് ഇൻസ്റ്റാൾ ചെയ്യാം. require mongoose const env require .env .config. കോൺസ്റ്റ് ഇനി നമുക്ക് ഡേറ്റാബേസ് കണക്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് കണക്ട് DB എന്ന് കൊടുക്കാം. async നമുക്കൊരു ട്രൈ ക്യാച്ചിനകത്ത് എഴുതാം. എക്സ്പോർട്ട് ചെയ്തേക്കാം. module.exports കണക്ട് DB. നമുക്ക് കണക്ട് ചെയ്യാം. mongoose.connect നമുക്ക് await കൊടുക്കാം. await mongoose.connect നമുക്ക് ഇതിനകത്ത് URL കൊടുക്കണം. സോ process.env അവിടെ കൊടുത്ത വേരിയബിളിൻ്റെ നെയിം കൊടുക്കാം. MongoDB URI.
ഇനി നമുക്ക് വൺസ് കണക്റ്റഡ് ആയി കഴിയുമ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒരു കൺസോൾ ചെയ്യാം. DB connected. Then നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് DB connection error ഡോട്ട് മെസ്സേജ് കൊടുക്കും. നമുക്കതിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് പ്രോസസ് ഡോട്ട് എക്സിറ്റ് കൊടുക്കും. ഇനി നമുക്ക് app.js ഫയൽ വന്നതിന് ശേഷം ആ ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. const db require config db. നമുക്ക് ഞാൻ കോൾ ചെയ്യാം db. ഓക്കെ, DB കണക്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. ബട്ട് ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. അതായത് ലോക്കലി ഉള്ള ഡേറ്റാബേസ് റൺ ചെയ്തിട്ടില്ല. അത് നമ്മൾ ടെർമിനൽ ത്രൂ ആണ് റൺ ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെർമിനൽ വന്നതിന് ശേഷം, എൻ്റെ ടെർമിനൽ ലിനക്സിൻ്റെ ആണ്, നിങ്ങൾ വിൻഡോസിൻ്റെ ആണെങ്കിൽ വിൻഡോസിൻ്റെ കമാൻഡ് ജസ്റ്റ് ഒന്ന് ChatGPTയിൽ നോക്കിയിട്ടൊന്ന് എൻ്റർ ചെയ്യുക. ഞാൻ ടെർമിനലിൽ ലിനക്സിൽ യൂസ് ചെയ്യുന്നത് sudo system command line start mongoose. പാസ്വേഡ് എൻ്റർ ചെയ്യാണ്. നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. nodemon app. യെസ്, നമ്മുടെ ഡേറ്റാബേസ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഗിറ്റിലോട്ട് നമുക്കൊന്ന് പുഷ് ചെയ്യാം, ഗിറ്റ് ഹബിലോട്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗിറ്റ് ഇനിറ്റ് ചെയ്യാം. ഗിറ്റ് ഇനിറ്റ് ഇനീഷ്യലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിറ്റ് ആഡ് ഡോട്ട് മീൻസ് ഈ എല്ലാ ഫയൽസും നമുക്ക് ഗിറ്റിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡോട്ട് അല്ലെങ്കിൽ ഹൈഫൺ ഓൾ കൊടുത്താലും മതി. ഇനി നമുക്ക് കമ്മിറ്റ് ചെയ്യാം. ഗിറ്റ് കമ്മിറ്റ് -m. നമുക്ക് പ്രോജക്റ്റ് ഇനീഷ്യലൈസ് കൊടുക്കാം, എൻ്റർ ചെയ്യാം. സോ കമ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിറ്റ് ഹബിലോട്ട് വന്നതിന് ശേഷം, ഇതാണ് ഹോം പേജ് ഗിറ്റ് ഹബിൻ്റെ. ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ക്രിയേറ്റ് ന്യൂ റെപ്പോസിറ്ററി. നമുക്കാദ്യം പ്രോജക്റ്റിൻ്റെ നെയിം കൊടുക്കാം. നോഡ് വെബ് ആപ്പ് എന്ന് കൊടുക്കുകയാണ്. ദെൻ ഇത് പബ്ലിക് ക്രിയേറ്റ് റെപ്പോസിറ്ററി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് ആ ലിങ്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത് 3 നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് ആദ്യം ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തു, ദെൻ പ്രോജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്തു, മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്തു, ദെൻ MVC ആർക്കിടെക്ചർ അനുസരിച്ച് നമ്മൾ കുറച്ച് ഫോൾഡേഴ്സും ഫയൽസും ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ സെർവർ റൺ ചെയ്തിട്ട് ലോക്കലുള്ള MongoDB ഇൻസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തു. ദെൻ ഫൈനലി നമ്മൾ ഗിറ്റ് കമ്മിറ്റ് ചെയ്തതിന് ശേഷം അത് ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ, ഇനി ബാലൻസുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.